എൻ്റെ പുതിയ സന്തോഷമാണ് കേട്ടോ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. നമ്മുടെ കുഞ്ഞ് സീഡ്ലിംഗ് പ്ലാന്റിലൊക്കെ ഇതുപോലെ പൂക്കൾ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ പ്ലാന്റിലും വന്നിട്ടില്ല, 1-2 പ്ലാന്റിലൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ റീപോർട്ട് ചെയ്യാണ്ട് ഇങ്ങനെ വച്ചിരുന്ന പ്ലാന്റാണ്. അപ്പോൾ ഗ്രോത്ത് ഒന്ന് സ്റ്റണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെന്തായാലും ഇങ്ങനെ വയ്ക്കാൻ പറ്റില്ല, നമുക്ക് എന്തായാലും ഒന്നുകൂടെ ഒന്ന് റീപോർട്ട് ചെയ്യണം ഈ പ്ലാന്റിനെയൊക്കെ കേട്ടോ. അപ്പം ഞാൻ സ്റ്റാർ ടൈപ്പും ഒക്കെ ആണ് സീഡ്ലിംഗ് പ്ലാന്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരെണ്ണം ഇതുപോലെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് വെയിലും കാര്യങ്ങളും ഒക്കെ കിട്ടിയാൽ മാത്രമാണ് ഏതൊരു പ്ലാന്റിൻ്റെയും കറക്റ്റ് കളറും പാറ്റേൺസും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഏതൊക്കെയോ ജില്ലകളിൽ യെല്ലോ റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതൊക്കെയോ ഡാമിൻ്റെ ഷട്ടറുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ തുറന്നു വിട്ടിട്ടുണ്ട് എന്നൊക്കെ ന്യൂസ് കാണാറുണ്ട്. ഇവിടെയും നിർത്താണ്ട് മഴയാണ് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരത്തും നല്ല മഴയാണ്. അപ്പോൾ പ്ലാന്റ്സൊക്കെ നമ്മളൊന്ന് അങ്ങനെ സേഫായിട്ട് വച്ചില്ല എന്നുണ്ടെങ്കിൽ എല്ലാ പ്ലാന്റ്സും മിസ്സായി പോകും. പിന്നെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് മണ്ണും ഒക്കെ നമുക്ക് എടുക്കാനും പാടാണ് കേട്ടോ. ഒരു പെറ്റൂണിയ കണ്ടോ, പെട്ടെന്ന് നിന്ന നിപ്പിൽ പോയതാണ് കേട്ടോ. ഇത് രണ്ടും 2 കളർ പ്ലാന്റാണ്, പക്ഷേ ചേർത്ത് വെച്ചപ്പോൾ എന്തോ ഒരു ഭംഗിയാന്ന് നോക്കിയേ. നമ്മുടെ പെറ്റൂണിയ പ്ലാന്റ് ഇങ്ങനെ വളർന്ന് ഇങ്ങനെ എന്താണ് വേവ് കണക്ക് താഴേക്ക് വരുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണല്ലേ. നമ്മുടെ മറ്റൊരു സന്തോഷമാണ് കേട്ടോ, നമ്മുടെ റംബൂട്ടാനിൽ ആദ്യമായിട്ട് കാ പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ തത്തമ്മയും കാക്കയും ഒക്കെ വന്നിട്ട് നമ്മുടെ ഫ്രൂട്ടിനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ കിട്ടിയ കുറച്ച് കായിനെ പറിച്ചെടുക്കുകയാണ്. ഏകദേശം ഒരു 2-2.5 കിലോളം ആദ്യത്തെ ഹാർവസ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, പല തവണയായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യമുണ്ടായ കായിനെ പറിച്ചെടുക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമുണ്ട്. നമ്മളിവിടെ വന്ന് ഈ ഒരു സ്ഥലം വാങ്ങിയപ്പോൾ ഈ ഒരു സ്ഥലത്ത്, അതായത് നമ്മുടെ വീടിരിക്കുന്ന സ്ഥലത്ത് ഒരു മരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ വന്നതിന് ശേഷം വച്ച് പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ്സൊക്കെയാണിത്. സത്യം പറഞ്ഞാൽ ചെടികളോടൊപ്പം തന്നെ എനിക്കിങ്ങനെയുള്ള സംഭവങ്ങൾ, അതായത് കൃഷി ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് നമുക്കെല്ലാം അങ്ങനെ നട്ട് വളർത്താൻ പറ്റില്ലല്ലോ. എന്നാലും ഉള്ള സ്ഥലത്തൊക്കെ ഇതുപോലെ നമ്മൾ ഫ്ലവറിങ് പ്ലാന്റ്സിന് ഉപരിയായിട്ട് നമ്മൾ ഇതുപോലുള്ള സംഭവങ്ങളും ഒക്കെ ചെയ്തു വരുന്നുണ്ട്. ഒരുപാട് പേര് ടെറസിലും മറ്റും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ കൊണ്ട് കയറാനും അല്ലെങ്കിൽ മണ്ണിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് ആണ് ഞാനതൊന്നും ചെയ്യാത്തത് കേട്ടോ. പിന്നെ ഹെൽത്തും കുറച്ച് ഓക്കെയല്ല. നമ്മുടെ പ്ലാന്റല്ല കേട്ടോ, പ്ലാന്റിൻ്റെ കാര്യം പറഞ്ഞിപ്പോൾ പ്ലാന്റിന്നേ വരത്തുള്ളൂ. നമ്മുടെ മുളകിൽ ഇതുപോലെയൊക്കെ മുളകും കാര്യങ്ങളും ഒക്കെ കാച്ചു നിൽപ്പുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ കളറ് കാണാനായിട്ട്. ഞാനങ്ങനെ ഇത് പറിക്കാറില്ല, കാരണം വേറൊന്നുമല്ല, ഇങ്ങനെ നിൽക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയാണ്, അതുകൊണ്ട് ഞാൻ പറിക്കാറില്ല. പിന്നെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വന്ന് ചോദിക്കുമ്പോൾ വിത്തും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പഴുത്ത മുളകൊക്കെ ഉണ്ടെങ്കിൽ പറിച്ചു കൊടുക്കും. പിന്നെ വീട്ടിൽ നിന്ന് അമ്മ വരുമ്പോൾ കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ ഒരു മുളക് നമ്മൾ പറിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എയർലിയുടെ 2nd ടൈം ആണ് കേട്ടോ ഇത്. ഫസ്റ്റ് എക്സാക്റ്റായിട്ട് 1 വർഷമായപ്പോൾ ആദ്യം കാ പിടിച്ചു. ഒരു 10 എണ്ണത്തോളം നമ്മൾ ആദ്യം വിളവെടുത്തു കേട്ടോ. പിന്നെ മുകളിലേക്കൊക്കെ ഇങ്ങനെ തുരുതുരാ പിടിച്ചു കായൊക്കെ. പിന്നെ അത് അടിച്ച് കളയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി, കാരണം മണ്ടയിൽ പിടിച്ച് കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകുമല്ലോ. പിന്നെ ഇതിപ്പോൾ 2nd ടൈമാണ് കേട്ടോ. കറക്റ്റ് നമുക്ക് 1 വർഷത്തിൽ തന്നെ നമുക്ക് 10 കായോളമാണ് ഈ ഒരു പ്ലാന്റ് തന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെ പിടിപ്പിച്ചുകൂടാ കേട്ടോ. 1-2 കാ, അതിൽ കൂടുതൽ പിടിപ്പിക്കാൻ പാടില്ല, കാരണം പ്ലാന്റിൻ്റെ ഹെൽത്തിനെ അത് ബാധിപ്പിക്കും. ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മുടെ അച്ഛനാണ് ഇത് നട്ടത്. അപ്പോൾ നട്ട സമയത്ത് കറക്റ്റ് 1 വർഷമായപ്പോൾ നട്ടോ. അച്ഛനും മോനും കൂടി ചേർന്നിട്ടാണ് നട്ടത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ഇല പോലും നുള്ളിക്കളയാൻ സമ്മതിക്കില്ലായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു പ്ലാന്റിൽ ഇത്രയും കാ നമ്മൾ ആദ്യം പിടിപ്പിച്ചത്. ഇപ്പം നമ്മുടെ കുറച്ച് നിപ്പുണ്ട് കേട്ടോ. അതിലെല്ലാം പിടിപ്പിക്കണോ വേണ്ട എന്നുള്ളത് നമ്മുടെ പ്ലാന്റിൻ്റെ ഹെൽത്തിനെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ മില്യൺ ബെൽസിലും ഇതുപോലെ ഒരു പൂക്കാലം ചെറുതായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പോയിരുന്ന പ്ലാന്റ്സൊക്കെയാണിത്. ഇങ്ങനെ രക്ഷപ്പെട്ട് കിട്ടിയെന്ന് എനിക്കൊരു ഐഡിയയുമില്ല. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടം. ഇത്രയും പ്ലാന്റ്സ് ഫ്ലവറായി നിൽക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര സങ്കടമുള്ളത് എൻ്റെ യെല്ലോ മില്യൺ ബെൽസ് മിസ്സായി പോയതാണ്. യെല്ലോയും ലാവണ്ടറും ഒക്കെ പോയി കേട്ടോ. പക്ഷേ ലാവണ്ടറിനേക്കാളും ഉപരി എനിക്ക് യെല്ലോയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം കൂടുതലായിരുന്നു. പക്ഷേ നമുക്കെന്ത് ചെയ്യാനാണ്, നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. പലരോടും ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പ്ലാന്റ്സ് തരാനായിട്ട്. പക്ഷേ ഈ പറഞ്ഞ കൂട്ടിന് അവരൊക്കെ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സിൻ്റെ വെറൈറ്റിയാണ് ചോദിക്കുന്നത്. നമുക്ക് പ്ലാന്റ് ആയാൽ മാത്രമല്ലേ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, എക്സ്ചേഞ്ച് ആണെങ്കിൽ കൂടിയും. അപ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ യെല്ലോയ്ക്ക് വേണ്ടിയിട്ട് കട്ട്
വെയിറ്റിംഗ് ആണ് കേട്ടോ. എന്തായാലും എവിടെ നിന്നായാലും ആ ഒരു യെല്ലോ ഞാൻ കൊണ്ടുവന്നിരിക്കും എന്നൊരു ഭയങ്കര വാശിയുണ്ട്. കാരണം നമ്മൾ എത്ര പേരോട് ചോദിച്ചെന്നറിയാവോ, അപ്പോൾ ആരും തരാനായിട്ട് വില്ലിങ് അല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സ് വേണം, അതുകൊണ്ട് അവർ തരാനായിട്ട് വില്ലിങ് അല്ല എന്നാണ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പ്ലാന്റ് നമുക്ക് പിടിപ്പിച്ച് കിട്ടുമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് സെയിലിലേക്ക് കൊണ്ടുവരില്ലേ, അത് ഊഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് നമ്മളോട് മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അതെന്തായാലും പോട്ടെ കേട്ടോ. പിങ്കിൽ ഒരു 2 ഷെയ്ഡ് ഇങ്ങനെ തെളിഞ്ഞ് കയറി വരുന്ന പ്ലാന്റാണിത്. ഇതൊക്കെ പോയി നിന്ന പ്ലാന്റാണ്. ഇതൊക്കെ ഇങ്ങനെ രക്ഷപ്പെട്ട് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചു മില്യൺ ബെൽസ് എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് ഒറ്റയടിക്ക് അടപടലം പോയെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് കുറച്ചൊക്കെ കയറി വന്നു. നമ്മുടെ ജൂലിയറ്റല്ല കേട്ടോ, ഡബിൾ പെറ്റൽ ബ്ലാക്കിനെ നമ്മളിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞതിന് മണ്ണൊക്കെ എല്ലാം നനഞ്ഞ് കിടക്കുകയാണ്. പെറ്റൂണി അങ്ങനെ അധികം ഓവർ വാട്ടറിങ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഡെഡായ ഒരു പോട്ടിംഗ് മിക്സിനെ എടുത്ത് വെച്ചിട്ട് ഒന്ന് ട്രീറ്റ് ചെയ്തിട്ട് നട്ടു വെച്ച് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നൊരു ഷോട്ടിൻ്റെ പോർഷൻസാണ്. എങ്ങനെയുണ്ട് ഈ പെറ്റൂണിയാസൊക്കെ? അടിപൊളിയായിട്ടുണ്ട്. ഇത് നമ്മുടെ ഈസി വേവിൻ്റെ ബ്ലൂ പെറ്റൂണിയാണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് കാലിബ്രേസ്ഡ് യെല്ലോയാണ്. യെല്ലോയിലൊരു 2 ടൈപ്പ് കളർ ചേഞ്ച് എനിക്ക് ഫീൽ ആയിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം ഇതാണ്, ഒരെണ്ണം ഒരു ഇച്ചിരി കൂടി ഡാർക്ക് യെല്ലോ വരുന്നതാണ്. പിന്നെ നമ്മുടെ സർഫീനിയ, നമ്മുടെ നൈറ്റ് സ്കൈ, നമ്മുടെ എവർഗ്രീൻ ട്രെൻഡിങ് ആയിട്ടുള്ള റെഡ് ഐവറി എന്നൊക്കെ പറയുന്ന പെറ്റൂണിയ. പിന്നെ ഇതിൻ്റെയൊന്നും ഐഡിയ എനിക്ക് അറിയില്ല കേട്ടോ. ഇതൊക്കെ ഏതോ നല്ല വെറൈറ്റീസാണ്, പക്ഷേ എനിക്ക് പേരും കാര്യങ്ങളും ഒന്നും അറിയില്ല കേട്ടോ. എൻ്റെ ഇന്ന് റെഡ് പെറ്റൂണിയ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് എവിടെ നിന്നെങ്കിലും കളക്ട് ചെയ്യണം. പിന്നെ ഇതൊന്നും പേരൊന്നും അറിയില്ല കേട്ടോ ഏതൊക്കെയാണ്. ഇത് ബെർഗൻഡി ബ്ലാക്ക് ആണ് കേട്ടോ. ഇനി കറക്റ്റായിട്ടുള്ളൊരു ബ്ലാക്ക് പെറ്റൂണിയ ഞാൻ ഒരാളോട് ചോദിച്ചിട്ടുണ്ട്, കിട്ടുമെന്നാണ് പറഞ്ഞത്. നോക്കട്ടെ എന്തായാലും. പിന്നെ നമ്മളിൽ ഒട്ടനവധി പേർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പെറ്റൂണിയ ചെയ്യുമ്പോൾ. അതെന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തണ്ടിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തൊരു കട്ടിങ് വരുന്നത്. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. റെഡാണോ ഐവറി ആണോ എന്നൊന്നും ഓരോ പിടിയുമില്ല. രണ്ടും കൂടി എനിക്ക് തിരിച്ചറിയാൻ ഭയങ്കര പാടാണ് കേട്ടോ. എന്തായാലും ജസ്റ്റ് ഞാനൊന്ന് പ്രൂൺ ചെയ്തൊക്കെ വിടുകയാണ്. ഇതുപോലെ നമ്മുടെ ഏറ്റവും താഴെ ഒരു പോർഷനിൽ ചെറിയൊരു വെട്ടൽ മാതിരിയുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലുള്ള പ്ലാന്റ്സിനെ രക്ഷപ്പെടുത്തി എടുക്കുന്ന ഒരു ടെക്നിക്ക് കാണിച്ചു തരാം. ആദ്യം ചുവട്ടിലുള്ള മണ്ണുകൾ, അതായത് അതിന് ആ ഒരു പോർഷന് ചുറ്റുമുള്ള മണ്ണുകളൊന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ സൈഡിൽ മാത്രമേ ഈ ഒരു പ്ലാന്റിൻ്റെ നമ്മൾ വെള്ളം കൊടുക്കാവേ. ഈ ഒരു പ്ലാന്റ് അങ്ങനെ മിസ് ചെയ്ത് കളയാൻ എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ലീഫൊക്കെ കണ്ടല്ലോ, നല്ല ഗ്രീനിഷ് കളറിൽ വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ ഈ ഒരു പ്ലാന്റിനെ ഒന്ന് ശ്രദ്ധിക്കണം. കുറച്ച് സാഫ് ഒന്ന് എടുത്തിട്ട് കുറച്ച് കട്ടിക്ക് എടുക്കണവേ. ഞാനിതിപ്പോൾ എടുത്തപ്പോൾ ഇച്ചിരി ലൂസായിപ്പോയി. എന്നിട്ട് ആ ഒരു പോർഷനിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് അവിടെ ഒഴിച്ചും കൊടുക്കുന്നുണ്ട്. ആ ഒരു പോർഷൻസിൽ ഒരു കാരണവശാലും ആ ഒരു പോർഷൻസിലേക്ക് വെള്ളം വീഴരുത്. സൈഡിൽ മാത്രം ഒഴിച്ച് കൊടുക്കുക. ഒന്നുമില്ലല്ലേ, ഈ ഒരു പ്ലാന്റിൽ ഫ്ലവർ നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും നമുക്ക് കുറച്ച് കട്ടിങ്സ് എന്തായാലും ഈ ഒരു പ്ലാന്റിൽ നിന്ന് എടുക്കാൻ കഴിയും. കാരണം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ, കാരണം ഈ ഒരു പ്ലാന്റിൽ നിന്ന് നമുക്കൊരു 5-6 പ്ലാന്റ്സിനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ടൈം വരെ എന്തായാലും ഈ ഒരു പ്ലാന്റ് ഈട് നിൽക്കുവേ. ഇങ്ങനൊരു പ്രശ്നം ഉള്ളവർ കറക്റ്റായിട്ടും ഇതുപോലൊന്ന് പരീക്ഷിച്ച് നോക്കുക. വെള്ളം ഒരു കാരണവശാലും അതിൻ്റെ ചുവട്ടിലേക്ക് പോകരുത്, സൈഡിൽ മാത്രം ഒഴിക്കുക കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞ കണക്ക് ഒരു 5-6 കട്ടിങ്സൊക്കെ ഈ ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് കിട്ടും. നമ്മൾ ഒരു കെയറും കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ഈ പ്ലാന്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതിനേക്കാളും എത്രയോ ബെറ്ററാണ് നമ്മളൊന്ന് സേവ് ചെയ്തിട്ട് ആ ഒരു ഇല്ലാണ്ടായ പ്ലാന്റിൽ നിന്ന് ഒരു 5-6 കട്ടിങ്സ് നമ്മൾ എടുത്തിട്ട് ഒരു 5-6 പ്ലാന്റ് വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഞാൻ ചെയ്യുന്നത് ഈ ഒരു ടെക്നിക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാനൊരാളിൽ നിന്ന് നമ്മുടെ നിർവാണയുടെ വൈറ്റ് സ്പ്ലാഷ് വാങ്ങിച്ചു. അപ്പോൾ ഇതുപോലൊരു പ്രശ്നമുണ്ടായിരുന്നു. ഞാൻ തല കുത്തി നിന്നിട്ടാണ് ആ പ്ലാന്റിനെ ഒരു 8-9 മാസത്തോളം സേവ് ചെയ്ത് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞാൻ മടുത്തു ആ പ്ലാന്റിനെ. പിന്നെ ഞാൻ അതിനെ അങ്ങ് കെയർ ചെയ്യാതെ വിട്ടപ്പോൾ ആ പ്ലാന്റ് പോയി. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കട്ടിങ്സ് എടുക്കാൻ പറ്റിയില്ല. കാരണം നിർവാണയുടെ വൈറ്റിന് ഭയങ്കര സ്ലോ ഗ്രോത്ത് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു കട്ടിങ്സും എടുത്തിട്ടില്ല. ആ പ്ലാന്റ് ഞാനങ്ങ് വിട്ടു. കാരണം അത്രയും നാൾ കൊണ്ട് ഞാനത് ചെയ്തങ്ങ് മടുത്തു ആ പ്ലാന്റ്. അങ്ങനെ പിന്നെ നമ്മുടെ ഓറഞ്ചിൻ്റെ മില്യൺ ബെൽസാണ്. ഞാൻ പറഞ്ഞ പോലെ യെല്ലോയും ഓറഞ്ചും ഒക്കെ എൻ്റെ ഫേവറേറ്റാണ്. എനിക്ക് കൂടുതലും ഇതുപോലുള്ള സിംഗിളാണ് കേട്ടോ ഇഷ്ടം, സിംഗിൾ പെറ്റൽസ്.
ഡബിൾ പെറ്റൽസും ഇഷ്ടമാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ലാവൻഡർ വൈറ്റ് മാത്രമേ ഉള്ളൂ. ഡബിളിൻ്റെ പിങ്ക് വൈറ്റ് ഉണ്ടായിരുന്നത് പോയി. കാരണം നിന്ന നിപ്പിലാണ് ഒരു വലിയ 2 പ്ലാന്റ് അടിച്ച് പോയത്. അപ്പോൾ അതുകൊണ്ട് ഇനി പിങ്ക് വൈറ്റും ഏതാണ് വയലറ്റും യെല്ലോയും നമുക്ക് എവിടെന്നെങ്കിലും കളക്ട് ചെയ്യണം. പിന്നെ സ്റ്റാർ ടൈപ്പും പോയായിരുന്നു കേട്ടോ. നമ്മുടെ മില്യൺ ബെഡ്സിലെ സ്റ്റാറും എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ ഏതൊരു വീഡിയോ ഇട്ടാലും അതിൽ ഏതെങ്കിലും പ്ലാന്റ് പോയ കഥകളും കാര്യങ്ങളും ഒക്കെ പറയുമല്ലേ. അതെന്താണെന്ന് വെച്ചാലേ നമ്മളിങ്ങനെ പ്ലാന്റിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ മറ്റേ ഇപ്പോൾ പോയ പ്ലാന്റ് ഒക്കെ ഇങ്ങനെ ഓർമ്മയിൽ വരുമ്പോഴാണ് അതൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. വെള്ള ഒരു 5ഓ 6ഓ മദർ പ്ലാന്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. അത് ലാസ്റ്റ് ഇപ്പോൾ ഈ ഒരു പ്ലാന്റിലായിട്ടുണ്ട് നിപ്പ് നന്നായിട്ട് ഇങ്ങനെ ബ്രാഞ്ച് വീശി വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്കിത് എന്താണ് ഈ പറഞ്ഞ കൂട്ടിന് അങ്ങോട്ട് പ്രൊപ്പഗേഷൻ കറക്റ്റ് ആവുന്നില്ല. നമ്മുടെ കാലാവസ്ഥയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ടാണ് അങ്ങോട്ട് സെറ്റ് ആവാത്തത്. പോട്ടി മിക്സിൽ വെച്ചത് 1-2 സെറ്റായി കേട്ടോ. പിന്നെ 1-2 മില്യൺ ബെഡ്സ് ലാവൻഡർ അല്ലാണ്ട് സെറ്റായത് ഒരെണ്ണം ഞാനെടുത്തു, ഒരെണ്ണം ഞാൻ ഒരാൾക്ക് കൊടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ ഇതൊക്കെ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ പൂക്കാലം തരാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന നമ്മുടെ മില്യൺ ബെഡ്സാണ്. ഇതിനെ ഒന്ന് കട്ട് ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ കുറേ നാളിന് ശേഷം വന്ന വസന്തമായതുകൊണ്ട് അങ്ങോട്ടേക്ക് കട്ട് ചെയ്ത് വിടാനായിട്ട് മനസ്സ് അനുവദിക്കുന്നില്ല.